ഹലോ ഗായ്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കടലക്കറിയായിട്ടാണ്. നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ജാറിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ തക്കോലം, പെരുംജീരകം, കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അരച്ച് തന്നെ എടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചൂട് കുക്കറിലേക്ക് ലേശം ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വയണയില ചേർത്ത് കൊടുക്കുക. പട്ട. ഇനി നമുക്ക് കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ബട്ടറിലും എണ്ണയിലും കിടന്ന് നന്നായിട്ട് ഈ കൂട്ടൊന്ന് വെന്ത് വരണം. ആ പച്ച മണം ഒന്ന് മാറി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കണ്ടില്ലേ, പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഒരു ദിവസം ഫുള്ളും വെള്ളത്തിൽ കുതിർത്തെടുത്തിരിക്കുന്ന കടലയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിൽ ഒരു 10 ഫിസിലോളം വന്നിട്ടുണ്ട്. നമുക്കൊരു കടല എടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല വെന്തിട്ടുണ്ട്. കടല നന്നായിട്ട് വെന്ത് വന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്കിനി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം കറിവേപ്പില ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമായിരിക്കും കറിക്ക്. അവസാനമായിട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്